ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മിറാഷ് ഗെയിമർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചില ഫ്രീ ഫയറിലെ ചില ടിപ്സ് ആൻഡ് ട്രിക്സും കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ബൈ വാച്ചിങ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കളിച്ച ഗെയിം പ്ലേ വീഡിയോസ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ കില്ലെടുക്കുന്നു അങ്ങനെയൊക്കെ നോക്കി നിൽക്കുക. മീൻസ് ഞാൻ ഡൗൺ ചെയ്യുന്നത് എങ്ങനെയാണ്, കില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, എൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കുന്നതോടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു മൂവ്മെൻറ്റ്സ് എടുക്കാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഫസ്റ്റത്തെ ഈ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേര് മിറാഷ്_ഗെയിമർ എന്നാണ്. ആ ചാനലിൽ നമ്മൾ അനിമെ എഡിച്ചാണ്ടിരുന്നത് 1.58K സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നേരെ ലാഗ് അടുപ്പിക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കളിക്കുന്നത് ക്ലാഷ് കോഡാണ്. ക്ലാഷ് കോഡ് ഇതൊക്കെയാണ് നമ്മുടെ ടീംമേറ്റ്സ്. ഞാനിപ്പോൾ ഒരു ഗൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിസ്റ്റിന് നമുക്ക് ഓടുമ്പോൾ സ്പീഡ് കൂടും. അതിനു വേണ്ടിയാണ് ഞാൻ ഫിസ്റ്റ് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളിന്ന് വെടിവെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. എനിമീസിനൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് കാണുന്നില്ല. എൻ്റെ ക്യാരക്ടർ സാൻഡിനോയാണ് കേട്ടോ. പിന്നെ ഞാനൊരു മാനിക്യൂണിനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. സോ ഐ ക്യാൻ ടെലിപ്പോർട്ട്. നമ്മുടെ ഒരു ടീംമേറ്റ് അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ എനിമീസിനെ കാത്തിക്കുന്ന ഞാൻ എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്നെ പുറകിൽ നിന്ന് തന്നെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ്റെ നെറ്റും പോയിട്ടുണ്ട് ഗൈസ്. അവൻ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, നോക്കി നിൽക്കാം. അവനിപ്പോൾ അതിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരുത്തൻ ഒറിയോൺ എടുത്തു. ഒരുത്തനെ ഡൗൺ ചെയ്തു, പക്ഷെ അപ്പോഴത്തേക്കും ചത്ത്. നമ്മുടെ ടീംമേറ്റ് ഒറിയോൺ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ അവിടെ വേറെ എനിമീസ് കൊന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാച്ച് നമുക്ക് അവർക്ക് കൊടുക്കാണ്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത മാച്ചായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗൺ സെലക്ട് ചെയ്യാണ്. ഞാൻ M1917 ആണ് എടുത്തിരിക്കുന്നത്. കാരണം അപ്പുറത്തുള്ളവർക്കാണ് കൂടുതൽ മണി കിട്ടുക. കാരണം അവരാണല്ലോ റൗണ്ട് ജയിച്ചത്. അതിൻ്റെ ഇടയിൽ ഇവരൊരു ബോൺ ഫയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി EP ഒക്കെ കൂട്ടിയിട്ട് പോവാം. അപ്പോൾ ഞാനാണെങ്കിൽ EP ഒക്കെ കൂട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും ടൈമറൊക്കെ ഫുള്ളും തീർന്നു. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാനിക്യൂണിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടീമേറ്റ് ഇപ്പോൾ ഒരുമിച്ചുണ്ട് കേട്ടോ. നമ്മൾ ഗണ്ണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഹൈഡ് നിൽക്കാൻ പോവുക. നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് ഇടണ്ട. അവിടെ എനിമീസ് എല്ലാം കിട്ടണം. അതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടെ നമ്മൾ ആക്രമിച്ചു. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ ടീംമേറ്റ് ചത്തു. അതിനെ നമ്മൾ റിവൈവ് ചെയ്യാം കേട്ടോ. രണ്ടുപേരെ നമ്മൾ റിവൈവ് ചെയ്തു. അപ്പോഴത്തേക്കും അവിടെ സൈഡിൽ കൂടെ ആ ഒറിയോൺ നോക്കിക്കോളും. അപ്പോഴത്തേക്കും ഞാൻ എന്നെ ഇതാക്കി. അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ റിവൈവ് ചെയ്ത ടീംമേറ്റ് പോയി. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു എനിമി പോയി. അപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ മെഡിക്കിറ്റ് എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ടീംമേറ്റ്സ് അവനെ കൊന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ തന്നെ എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. റൗണ്ട് 3 ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ MP40 എടുത്തിട്ടുണ്ട് ഗൈസ്. അത് പെട്ടെന്ന് നല്ല സ്പീഡിൽ ഫയർ ചെയ്യണ തന്നെ ഞാൻ MP40 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ടീംമേറ്റ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല ആവേശത്തിലാണ്. അപ്പോൾ നമുക്ക് ഇനി കളിച്ചു തുടങ്ങാം. എൻ്റെ ഇവിടെ ടൈമർ 3, 2, 1 തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്കും ഞാനൊരു ഹൈ മോട്ട് എടുത്തിട്ടുണ്ട്. ഹായ് ഗൈസ്. ഓക്കെ, ഞാൻ സാൻഡിനും എടുത്തതിന് തന്നെ ഒരു മാനിക്യൂണും എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുത്തൻ കവർ ഇന്ന് അടിക്കുന്നുണ്ട്. താഴത്തേക്ക് അടിപ്പോയല്ലോ അവൻ. ഇവിടെ വേറെ ഒരുത്തനും കവറിട്ടടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കവറിടാം. ഇവനവിടെ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ നിർത്തി. അവനും കവറിട്ട് ആരെയൊക്കെ സ്കോപ്പ് ഇട്ടടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് കയറി പോകാനൊക്കെ ഒരു അസിസ്റ്റ് കൊടുക്കാം, സപ്പോർട്ട്. അതിൻ്റെ ഇടയിൽ ഇട്ടും കയറി ഞാൻ അവനെ ഹെഡ് അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതാരടി ഇവരെന്നെ പുറകിൽ നിന്ന് അടിച്ചിട്ട് ഞാനിവിടെ ഒരുത്തനെ കൊന്ന് ഹെഡ് ഷോട്ടൊക്കെ അടിച്ചിട്ട് വലിയ കാര്യമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും മറ്റൊരുത്തൻ എന്നെ അടിച്ചിട്ടു. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഗൈസ്. കാരണം ഞാൻ മാനിക്യൂണിട്ട സ്ഥലമൊക്കെ തെറ്റിപ്പോയി. അവിടെ ഒരുത്തൻ നോക്കി നിൽക്കുകയായിരുന്നു. അതേപോലെ നിങ്ങൾക്കും പറ്റും. അത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു വൂക്കോങ് ആയിരുന്നു അവിടെ ഉണ്ട്. അവൻ താഴത്തേക്ക് ചാടിപ്പോയി. നമ്മുടെ ടീംമേറ്റ് അവനെ കൊല്ലാൻ പോകുന്നത്. അവൻ ഓടിപ്പോണു. അവനെ അടിച്ചിട്ടുണ്ടല്ലോ ഗൈസ്. ഇവൻ്റെ കയ്യിൽ MP5 ആയിരുന്നു. MP5ൻ്റെ ലെവൽ 1. ഇപ്പോൾ അവൻ MP40 ആക്കി. നോക്കട്ടെ ഗൈസ്. അപ്പോൾ റൗണ്ട് 4 ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടും കൂടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് 2 റൗണ്ടും കൂടിയും കിട്ടിയാൽ നമുക്ക് ജയിക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ MP40 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ പോവാണ്. ഇവിടെ ഒരു അടുത്ത് ബോൺഫയർ ഇട്ട് നമുക്ക് EP കൂട്ടിയിട്ട് പോവാം. കാരണം ബാക്കി 2 പേരൊക്കെ ഒറിയോണിന് EP ഇല്ലെങ്കിൽ പറ്റൂലല്ലോ. അപ്പോൾ ഇവന്മാർ ബോൺഫയർ EP കൂട്ടാണ്. എനിക്കിപ്പോൾ EP വേണമെന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ കൂട്ടും എന്തെങ്കിലും ഇട്ട സ്ഥിതിക്കല്ലേ എന്നോർത്ത്. ഞാനിപ്പോൾ ഒരു മാനിക്യൂൺ ഇട്ടിട്ട് ഞാനൊരു സ്മോക്ക് ഗ്രനേഡ് എറിയാം. കാരണം സ്മോക്ക് ഗ്രനേഡ് എറിയാൻ അത്ര പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ. ഓക്കെ, നമ്മൾ ഇവിടെ അയ്യോ എൻ്റെ ഗൺ സ്വിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും എന്നെ അവന്മാർ ഹെൽത്ത് കൊടുത്തു. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഹെൽത്ത് വീണ്ടും കൂട്ടി എന്നിട്ട് വീണ്ടും അങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്തെടുത്ത് ഞാൻ വീണ്ടും MP40 എടുത്തിട്ട് അവൻ്റെ തലയിലേക്ക് വേണം കൊടുത്തു. പക്ഷെ 137 മൈനസ് ആയോളൂ. ഇവൻ തീർത്തിട്ടുണ്ട് കേട്ടോ. അവനെ എന്ത് പറ്റുമെന്ന് നോക്കാം. ഇവന് അവിടെ പുറകിലൊരു എനിമി ഉണ്ടെന്ന് തോന്നുന്നു. ഇവന് ഗ്ലൂ വാൾ വെച്ചപ്പോഴത്തേക്കും മറ്റവൻ എന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അവനവിടെ എന്ത് ചെയ്യും, ഒരു ഊക്കോങ്. അത് ഇവൻ 2 പേരുണ്ടായിരുന്നു. ഇവൻ്റെ കയ്യിൽ MP40, പക്ഷെ മറ്റവൻ്റെ കയ്യിൽ M1887 ആയതുകൊണ്ട് അവന് റീലോഡിങ് ടൈമിൽ ഇവൻ്റെ HP തീർന്നിരുന്നു. പക്ഷെ അവൻ്റെ റീലോഡിങ് ടൈമിൽ ഇവനെ കൊന്നു. കാരണം MP40ക്ക് 46 അത്ര എന്തോ ബുള്ളറ്റ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ AWM-Y ആണ് എടുത്തേക്കണം. അതായത് സ്നൈപ്പ് അടിച്ചു കൊല്ലാം. ഇപ്പം നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നൂല, പക്ഷെ കുറേ തവണ നിങ്ങൾ റീവാച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ഈ നല്ലോണം നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ റൗണ്ട് ഇവിടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മാനിക്യൂൺ ഇട്ടിട്ടുണ്ട്. ഇത്തവണ എനിക്ക് സ്മോക്ക് ഗ്രനേഡ് വാങ്ങിക്കാൻ പറ്റിയില്ല. വാങ്ങിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ മറന്നുപോയി. അപ്പം ഞാനിവിടെ ഒരു AWM-Y ഇതിൽ കൂടെയൊക്കെ എടുത്ത് ഓടിക്കണം. അവനെന്നെ ഷൂട്ട് ചെയ്യാൻ പോകാമെന്ന് തോന്നുന്നു. അവനെന്നെ ഷൂട്ട് ചെയ്ത് ഞാനപ്പോഴത്തേക്ക് അവനൊരു മൈനസ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഹെഡായിരുന്നു. അല്ല 137 അല്ല, അത്രയും മൈനസ് കൊടുത്തു. ഞാൻ കണ്ടില്ല കറക്റ്റായിട്ട്. അപ്പോഴത്തേക്കും എൻ്റെ ടീംമേറ്റ് ഒരുത്തനെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വേറൊരുത്തൻ കയറി വന്നിരുന്നു. ഞാനവന് 150 മൈനസും കൊടുത്തിട്ടുണ്ട് ഗൈസ്. നല്ലതായിരുന്നു. അപ്പോഴത്തേക്കും അവൻ മെഡിക്കിറ്റ് അടിക്കാനാണ് പോയെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ടീംമേറ്റ്സൊക്കെ അങ്ങോട്ട് റഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അവനിനി അങ്ങോട്ട് വരത്തില്ല. മറ്റ് ടീംമേറ്റ്സിനെ ആയിരിക്കും നോക്കണേ. എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പം നമുക്കും അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ വന്ന വരി തന്നെ നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഒരു തന്നെ കൊന്നായിരുന്നു കേട്ടോ ഗൈസ്. അടുത്ത റൗണ്ട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ടും കൂടിയും ജയിച്ചാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ AWM-Yയും MP40 ആണ് എടുത്തത്. അതെന്താണെന്നറിയോ, ഈ AWM-Yന് ഒരു ഷൂട്ട് അടിച്ചിട്ട് അടുത്ത സ്കോപ്പ് റീലോഡ് ചെയ്യണ സമയത്ത് വേറെ ആരും അടിക്കണ സമയത്ത് നമുക്ക് പെട്ടെന്ന് മാറ്റിയിട്ടിട്ട് MP40 എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഷൂട്ട് കൊള്ളുമ്പോൾ തന്നെ മറ്റേ അത്രയും 150 മൈനസ് ബോഡി ഷോട്ട് തന്നെ പോകൂലേ, അത് കഴിഞ്ഞ് MP40 എടുത്ത് വെക്കാൻ മതി. ഞാനിവിടെ സ്നൈപ്പ് വെച്ച് നോക്കുകയാണ്. ഇവിടെ ഒന്നും കാണണമെന്നില്ല ആരെയും. ഞാൻ വെറുതെ കണ്ട് ഈ റീലോഡ് ചെയ്യാൻ ഞാൻ ചുമ്മാ അടിച്ചാണ്. അതിൻ്റെ ഇടയിൽ ഒരുത്താൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവന് ഹെഡ് അടിച്ചിട്ട് വീണ്ടും ടെലിപ്പോർട്ട് ആയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് മെഡിക്കിറ്റ് ഇടിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഹെൽത്ത് ഫുള്ള് അവൻ തീർത്തായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ അവനെ ഹെഡ് അടിച്ചിട്ട് അവനൊന്ന് കംപ്ലീറ്റ് കൊല്ലാം. അല്ലെങ്കിൽ അവൻ്റെ വേറെ ഏതെങ്കിലും ടീംമേറ്റ് ഒന്ന് അവനെ റിവൈവ് ചെയ്യൂലേ, അപ്പോൾ ഒരു കാര്യമില്ല ഉണ്ടാവും. എന്നിട്ട് നമ്മൾ വീണ്ടും മെഡിക്കിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഒരാളെ കളിക്കണായിട്ടുള്ളൂ, പറ്റിയ ആൾ ഡൗൺ ആയി. അപ്പോൾ എല്ലാവരും അവിടെ ആയിട്ട് ഷൂട്ട് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഗൈസ്, അവിടെ എന്താ പരിപാടിന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഊക്കോങ്ങിരിക്കുന്നുണ്ട്. അവനെ നമ്മൾ അടിച്ചിട്ട് അവൻ ഒരു ഗ്ലൂ വാൾ ഇട്ട് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളവനെ ഹെഡ് അടിച്ചേക്കാണ് ഗൈസ്. അവനെ നമ്മൾ ബൂയി അടിച്ചേക്കാണ് ഗൈസ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ നല്ലോണം ഓർത്ത് വയ്ക്കുക. മീൻസ് നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് കാണിച്ചു തരാം. ഹൈലൈറ്റ്സ് ആയിട്ട് ഈ ഹൈലൈറ്റ്സും മറ്റേ ഞാൻ ചെയ്ത ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഏതായാലാണ് നമ്മുടെ ഗെയിം പ്ലേ ഒക്കെ വർദ്ധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ ആദ്യത്തെ ഒരു ടിപ്പാണ്. നിങ്ങൾക്കിത് ഇച്ചിരി അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ഗെയിം പ്ലേ വീഡിയോ ഇട്ട് കാണിച്ചു തന്നത്. ഇനി അടുത്ത പാട്ട് നമ്മളിങ്ങനെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരിക്കും. മീൻസ് നല്ല ഇതുവരെയായിട്ടും പ്രൊഫഷണൽസിന് പോലും അറിയാത്ത ടിപ്സൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അത് വേണമെങ്കിൽ
അത് വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. 1K ലൈക്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. അത് എത്തുമോയെന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.